ഈ പിണറായി സർക്കാർ എന്ന് പറയുന്ന 10 വർഷത്തെ സർക്കാർ, ഈ 10 വർഷം കൊണ്ട് ഇവർ നടത്താത്ത ധൂർത്തില്ല, കാണിക്കാത്ത അഴിമതിയില്ല. ഇപ്പോഴും ഒരുപാട് പേര് പിണറായി വിജയനെ പുകഴ്ത്തി, പാടി പുകഴ്ത്തി, ഓ അങ്ങായിരുന്നു ശരി എന്നൊക്കെ പറഞ്ഞ ഒരു പോസ്റ്റ് ഇടുന്നത് കാണാം. അപ്പോൾ അതിനിടയ്ക്കൂടാണ് ഈ അഴിമതിയുടെ കണക്കുകൾ പുറത്തോട്ട് വരുന്നത്. അപ്പോഴും ഇവർ അങ്ങായിരുന്നു ശരി എന്ന് പറഞ്ഞ് അഴിമതി, ധൂർത്ത്, കെടുകാര്യസ്ഥത, ഇത് മൂന്നിലും കേരളം കണ്ട ഏറ്റവും മികച്ച സേവനമാണ് കാഴ്ച. അതെ, കോൺഗ്രസിൽ നിന്ന് പറഞ്ഞു വിട്ട KV തോമസിനെ ഏറ്റെടുത്ത് 1,16,00,000 സംതിങ് രൂപയാണ് 2.5 വർഷം കൊണ്ട് അയക്ക് കൊടുത്തിരിക്കുന്നത്. ഡൽഹിയിലെ പ്രതിനിധി എന്നുള്ള നിലയിൽ എന്ത് കാര്യത്തിന് എന്ത് കാര്യത്തിന് ഈ 1,16,00,000 രൂപ ഒരു മനുഷ്യന് കൊടുക്കുകയാണ്? അത് ഇവിടുന്ന് ഈ കോൺഗ്രസിൽ നിന്ന് പറഞ്ഞു വിട്ട ഒരാൾ, അയാളെ ഡൽഹിയിൽ നിന്ന് ഇവിടേക്ക് പാലം നിർമ്മിക്കാൻ വേണ്ടി കൊണ്ട് നിർത്തിയ ആളാണ്. ഡൽഹിയിൽ താമസിക്കാൻ കേരള ഹൗസിൽ മുറിയും സ്യൂട്ട് റൂം, മാസം കനത്ത ശമ്പളം, കാറ്, പേഴ്സണൽ സ്റ്റാഫ്, എന്നിട്ട് ഈ 1,90,00,000 രൂപ ക്യാബിനറ്റ് റാങ്ക്, ഇത്രയും ആനുകൂല്യങ്ങൾ കൊടുത്തിട്ട് ഇയാൾ എന്തൊക്കെയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് അത് അന്വേഷിച്ചിട്ടുണ്ടോ? ഇവിടെ PM ശ്രീ കൊണ്ടുവന്നു, ആയുഷ് ആതുരാലയങ്ങൾ കൊണ്ടുവന്നു. ഇവരെ ഇപ്പം വേണ്ടാന്ന് പറഞ്ഞതല്ല അവിടെ നിന്ന് ഇയാൾ കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു സർക്കാർ, കേരള സർക്കാരിന് കേന്ദ്രത്തിൽ കാര്യം സാധിക്കാൻ ഒരു ഇടനിലക്കാരൻ, ഇതാരാ? ദല്ലാളാണോ? ആദ്യം സമ്പത്തിനെ വെച്ചിരുന്നു. അതെ, മുൻ MP സമ്പത്തിനെ വെച്ചിരുന്നു. പിന്നെ സമ്പത്ത് ശരിയല്ലെന്ന് കണ്ടപ്പോൾ നമുക്കൊണ്ട് സാധിക്കില്ല എന്നുണ്ടോ മാറ്റി സമ്പത്തിനെ ഇവിടെ കൊണ്ടുവന്ന് K. രാധാകൃഷ്ണൻ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കി. MP ആയിരുന്ന ഒരാളിനെ. പിന്നെ അവിടെ നിന്നും പോയി. ഇതിപ്പോൾ ഞെട്ടിക്കുന്ന ഒരു വിവരാവകാശ രേഖയാണ് പുറത്തു. 1,16,00,000 രൂപ എന്ന് പറയുന്ന ചില്ലറ പൈസയല്ല. ഇത് കൈപ്പറ്റിയതാവാനുള്ള സാധ്യത. യാത്രാപ്പടിയനത്തിലും ശമ്പളം കൈപ്പറ്റിയതായിരിക്കും. മറ്റു ചെലവുകൾ വേറെയുണ്ട്. ഇത് വിവരാവകാശ നിയമപ്രകാരം പുറത്തു വന്നിരിക്കും. 1,16,16,493 രൂപയാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ആലോചിച്ചേ. അപ്പോൾ KV തോമസിന്റെ പ്രതിമാസ ഓണറേറിയമായിട്ട് കൊടുത്തിരിക്കുന്നത് 2.5 വർഷമാണ്. 39,38,710 രൂപ. തുച്ഛമായ, വളരെ തുച്ഛം ശമ്പളം, വളരെ തുച്ഛം. പിന്നെ പേഴ്സണൽ സ്റ്റാഫുകളുടെ ശമ്പളം 61,83,500 രൂപ. എങ്ങനെയുണ്ട് പേഴ്സണൽ സ്റ്റാഫ്? ഇനി വിമാനയാത്രയ്ക്കായിട്ട് KV തോമസിന് മാത്രം 13,04,854 രൂപ. ആഴ്ചയിൽ 4 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും പോയ മരം ചെയ്തതാണ്. പിന്നെ വാഹനത്തിൻ്റെ ഇന്ധന ചെലവിലേക്ക് 2,20,429 രൂപ. അപ്പോൾ ആകെ ചെലവഴിച്ചത് 1,16,86,493 രൂപയാണ്. ഇതിന് ഇന്ധന ചെലവ് കഴിഞ്ഞ് കൂടാതെ പിന്നെ മറ്റ് ചെലവുകൾ, എനിക്കൊന്ന് ചായ സൽക്കാരമോ അങ്ങനെ നോക്കുക, അതിന് 39,000 രൂപയാണ് അതിനും കൊടുത്തിരിക്കുന്നത്. എന്താണോന്ന് ആലോചിച്ചു. ഒരു ക്യാബിനറ്റ് റാങ്ക് കൊടുത്ത് ഒരാളെ അവിടെ കൊണ്ട് ഇരിക്കുന്നു, ക്യാബിനറ്റ് പദവി കൊടുത്ത് ഒരാളെ അവിടെ കൊണ്ടിരുത്തുന്നു. അയാൾക്ക് ചേടിവേല ചെയ്യാൻ കുറേ പേരെ നിയമിക്കുന്നു. അവർക്ക് കാറിൽ പോകാനും ട്രെയിനിൽ പോകാനും ഫ്ലൈറ്റിൽ പോകാനുമുള്ള കാശ്. അതായത് ഒരു കാര്യമില്ല. 1,16,00,000 രൂപ ചെലവഴിച്ചത്. 2 വർഷം കൊണ്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് മാത്രം 39,00,000 രൂപയെന്ന് പറയുമ്പോൾ ഇയാൾ എത്ര യാത്ര നടത്തിയിട്ടുണ്ടെന്ന് ആദ്യം അന്വേഷിക്കേണ്ടത്. അതോ ഇനി അടിച്ചു മാറ്റിയതാണോ എന്നല്ലേ? എന്താണെന്നുള്ളത് നോക്കണം. കൃത്യമായിട്ട് യാത്രയിലുണ്ടെന്നുള്ളത് നോക്കണം. ഒന്ന് ആലോചിക്കുക. ഇങ്ങനെ ഓരോ ഭാഗ്യവന്മാരുണ്ട്, ആര് ഭരിച്ചാലും അവരവരാളായി കടത്തിൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാന സർക്കാർ. ആ സംസ്ഥാന സർക്കാരിന് യാതൊരു പ്രയോജനവും ഇല്ലാതെ ഒരു വന്ധ്യവയോധികനെ ഡൽഹിയിലിരുത്തിയിട്ട് അയാൾക്ക് വേണ്ട സേവനങ്ങളെല്ലാം കൊടുത്തിട്ട് എന്നാൽ പിന്നെ അയാളെ ഇവിടെ കേരളത്തിലിരുത്തിയാൽ ഇത്രയും ചെലവ് കുറഞ്ഞാൽ. മാത്രമല്ല, ഇന്ന് ഇത്രയും സാങ്കേതിക സംവിധാനങ്ങൾ മെച്ചപ്പെട്ട സ്ഥിതിക്ക് കേരളത്തിൻ്റെ ഒരു പ്രതിനിധി ഡൽഹിയിൽ പോയിരിക്കണമെന്നൊന്നുമില്ല. ഇവിടെ നിന്ന് കോർഡിനേറ്റ് ചെയ്യാന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മളവിടെ പോകണമെന്നുണ്ടോ? അല്ല, എന്തിനാണ് അങ്ങനെ ഒരാൾ ഡൽഹി പോയിരിക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. കേന്ദ്ര സർക്കാരുമായിട്ടൊരു പാലം ഉണ്ടാക്കാൻ, അല്ല കേന്ദ്ര സർക്കാരുമായിട്ടൊരു ആവശ്യം സംസാരിക്കാൻ ഇവിടുത്തെ കേരള സംസ്ഥാനത്തിലെ മന്ത്രിമാരെവിടെ? അതാണ് ഇവിടുത്തെ മുഖ്യമന്ത്രി എവിടെ? MP അതെ, നിങ്ങളെല്ലാവരും അവരെ കുറ്റം പറയുന്നു, സർക്കാരിനെ കുറ്റം പറയുക. അവിടെ സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ട് ഇവിടെ കിടന്ന് സർക്കാരിനെ കുറ്റം. മാത്രമല്ല, അവിടെ റെസിഡന്റ് കമ്മീഷണർ നിയമിച്ചിട്ടുണ്ട് ഡൽഹിയിൽ. IAS ഉദ്യോഗസ്ഥൻ, മുതിർന്ന ഉദ്യോഗസ്ഥൻ, അയാളെ സഹായികൾ വേറെ കുറെ പേരുണ്ട്. അപ്പോൾ ഇവർക്ക് എന്ത് പണി? ഇതൊന്നും പോരാതെയാണോ ഇത് നമ്മളിപ്പോൾ പറയുന്നല്ലോ, കിഫ്ബി എന്ന് പറയുന്ന ഒരു കറവ പശു. അത് ഇവരുടെ ഇവരുടെ സ്വകാര്യ കൊള്ളസങ്കേതമായിരുന്നു ഈ 10 വർഷം. അതിൽ ചുമ്മാതിരിക്കുന്ന ഇവരുടെ കിഫ്കോൺ എന്ന് പറഞ്ഞ ഇവരുടെ തന്നെ ഒരു ഉപകമ്പനിയുണ്ട്. ഈ കിഫ്ബിയിലുള്ളവർ തന്നെയാണ് കിഫ്കോണിൽ ജോലി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ആ ഉപകമ്പനി. അവിടെ പോയിരിക്കുന്നതിന് 20,000 രൂപ ശമ്പളം. കിഫ്ബിയിൽ എത്രയാണെന്നറിയോ? 1.5 ലക്ഷം തൊട്ട് 2 ലക്ഷം 3 ലക്ഷം ഒക്കെയാണ്.
അത് കൂടാതെ ഈ കിഫ്കോണിൻ്റെ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നതിന് 20,000 രൂപ മാസം വേറെ. എങ്ങനെയുണ്ട്? അപ്പോൾ എന്താണ് കിഫ്ബിയിൽ ഏറ്റവും കൂടുതൽ മുടിഞ്ഞിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ശമ്പളത്തിലാണ് മുടിഞ്ഞിരിക്കുന്നത്. അതിനകത്ത് 400 ജീവനക്കാരാണ്, പക്ഷെ അവരുടെ രേഖകളിൽ 45-50 പേരെ ഉള്ളൂ. ബാക്കി മൊത്തം എന്താണ്? കരാർ നിയമനമാണ്. എവിടെ നിന്ന് എടുത്തു അതൊന്നും അറിയത്തില്ലേ, ഞങ്ങൾ എടുത്തു വെച്ചിട്ട് പത്രത്തിൽ ആപ്ലിക്കേഷൻ ക്വാളിഫൈ ഒന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾക്ക് ഇത് അതേ അവസ്ഥയാണ് ഈ പറയുന്ന കേരളവും കേന്ദ്രവുമായിട്ടുള്ള. ഇവിടുത്തെ MP-മാർക്ക് എന്താണ് ജോലി? ഇവിടുത്തെ മന്ത്രിമാർക്ക് എന്താണ് ജോലി? IAS ഉദ്യോഗസ്ഥർക്ക് എന്താണ് ജോലി? ഡൽഹിയിൽ റെസിഡന്റ് കമ്മീഷൻ എന്ന് പറഞ്ഞ് വേറെ ആളെ വെച്ചിട്ടുണ്ട്, അയാൾക്ക് എന്താണ് വേണ്ടത് ആദ്യം ചോദിക്കുന്നത്. അതെ, ഇത്രയും ഒരു ധൂർത്ത് ഒന്ന് ആലോചിച്ച്. അപ്പോൾ നമ്മളിത് പറയുമ്പോഴാണ് നമുക്ക് ഇപ്പോഴാണ് ഈ പിണറായി സർക്കാരിൻ്റെ കാലത്തെ അഴിമതിയെക്കുറിച്ച് വ്യക്തമായ ഒരു വിഷയം നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇദ്ദേഹത്തിന് അവിടെ ജോലി കേരള സർക്കാരിൻ്റെ, കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യലല്ല. ഇദ്ദേഹത്തിന് BJP ആയിട്ടുള്ളൊരു പാലമാണ് ഇദ്ദേഹം. BJPയും CPM ആയിട്ടുള്ളൊരു പാലമായിരുന്നു ഇദ്ദേഹം. അല്ല, അതിന് പാലത്തിന്റെ ആവശ്യമില്ല. പിണറായി വിജയനും BJP-യുമായിട്ട് നല്ല എന്നാലും വിളിച്ച് പറയുമ്പോൾ ഒരു കാര്യം ചെന്ന് പറയണ്ടേ, അതിനു വേണ്ടിയല്ല ഇയാളെ അവിടെ വെച്ച്. ഇവർക്ക് ഇവിടെ നിന്ന് BJP എതിർത്ത് കാണിക്കണം. അങ്ങനെ കാണിച്ചിട്ട് പരസ്യമായിട്ട് അവിടെ പോയി അവരെ കാലേ വീഴാൻ പറ്റില്ല. അപ്പോൾ അതിനുവേണ്ടി ഒരാളെ ഇവിടുന്ന് ഒരു ആക്ടറെ അങ്ങോട്ട് വെച്ചിരിക്കുകയാണ്. അതാണ് ഈ ഒരു പാലം. എന്നിട്ട് ഇവിടുന്ന് പറയാനുള്ളതൊക്കെ ഇങ്ങേര് പോയി പറയും. അതായത് ഇവിടെ ഞങ്ങൾ VM ശ്രീയിൽ ഒപ്പിട്ടോളാമെന്നൊക്കെ അവിടെ ചെന്ന് അറിയിച്ചതാണ്. അത്ര KVS തോമസിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് എല്ലാ രാഷ്ട്രീയ പാർട്ടിപ്പെട്ടവരായിട്ട് വ്യക്തി ബന്ധമുള്ള ഒരാളാണ്. വളരെ അടുപ്പമാണ് എല്ലാവരുമായിട്ട് നല്ല ബന്ധമാണ് അദ്ദേഹത്തിന്. അപ്പോൾ അതൊക്കെ പ്രയോജനപ്പെടുത്തുമെന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ അത് ഏത് അർത്ഥത്തിലാണ് പ്രയോജനപ്പെടുത്തിയെന്ന് അന്വേഷിച്ച് നോക്കിയാൽ അറിയാം. എന്തായാലും നമ്മുടെ ഈ കേരളത്തിലെ ജനസമൂഹത്തെ ഈ 10 വർഷം നിരന്തരമായിട്ട് കൊള്ളയടിച്ച ഒരാളാണ് ഇറങ്ങിപ്പോയെന്ന് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച്. ഞാൻ പറഞ്ഞില്ലേ, നമുക്കിവിടെ ഡെയിലി വരുന്ന വാർത്തകളുടെ സോഴ്സുകളുണ്ട്. ഈ സോഴ്സുകൾ നമ്മൾ പരിശോധിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാവുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഔഷധിയിലൊക്കെ നേരത്തെ കണക്കുണ്ടാക്കി വെച്ചിട്ട് 2 മാസത്തിന് ശേഷം മരുന്നുണ്ടാക്കി. നേരത്തെ ബാച്ച് നമ്പറൊക്കെ അടിച്ചു വെച്ച് ഇത് കണക്കും കാണിച്ചു, ഇത്ര കോടി രൂപയുടെ മരുന്ന് ഞങ്ങൾ വിറ്റു എന്നും പറഞ്ഞു. ഈ മരുന്ന് ഉണ്ടാക്കിയത് ഇത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞിട്ടാണ്. ഇവിടെ കണക്ക് റെഡിയാണ്, മരുന്ന് വിറ്റിട്ടുമില്ല ഉണ്ടാക്കിയിട്ടുമില്ല, 3 മാസം കഴിഞ്ഞിട്ടാണ്. ഈ സത്യം പറഞ്ഞാൽ ചമ്പൽ താഴെ കൊള്ളക്കാരൊക്കെ ഉണ്ടായിരുന്ന ആളുണ്ടല്ലോ, അവർക്ക് എത്രയോ ഭേദമാണ്. അവർക്ക് പിന്നെ മനുഷ്യത്തുള്ളവരാണെന്നോ, ഒരു വകുപ്പിലല്ല, യാതൊരു മനുഷ്യത്വമില്ല, കൊള്ളയടിക്കാൻ വേണ്ടി മാത്രം ജനിച്ചൊരു സംഘം. എല്ലാ വകുപ്പിലും ഇതാണ്. ഇതിൻ്റെയൊക്കെ കമ്മീഷൻ ആര് കൈപ്പറ്റി എന്നുള്ളതാണ്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ചെയ്തായിരുന്നു, ബ്ലീച്ചിങ് പൗഡർ ആശുപത്രിയിലേക്ക് മേടിച്ചതിൻ്റെ. അതിന് പുറമേ, അതായത് കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് ഇത് മേടിക്കുന്നത്. അപ്പോൾ കേരള ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് കോട്ട് ചെയ്തത് കൊടുത്തുകൊണ്ടിരുന്നത്, ഇവരിപ്പം മേടിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനി 1 കിലോയിൽ നിന്ന് ഇത്ര രൂപ, അതായത് 29 രൂപ വരെ കുറച്ചിട്ടാണ് അവർ കോട്ട് ചെയ്തത്. അവർക്ക് കൊടുത്തില്ല. സർക്കാർ സ്ഥാപനമാണത്. ആലപ്പുഴയിലെ അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാരൻ, CPM നേതാവായിരുന്നു, ചന്ദ്രബാബു മറ്റായിരുന്നു. അവർക്ക് കൊടുക്കാതെയാണ് ഇവിടെ വെളിയിൽ കൊടുത്തിരിക്കുന്നത്. കമ്മീഷൻ വാങ്ങിക്കണ്ടേ ഒന്ന് ആലോചിച്ചേ. അപ്പോൾ തന്നെ അതിൽ തന്നെ ഈ പർച്ചേസിങ്ങിൽ തന്നെ 30 ലക്ഷം രൂപയുടെ എങ്ങാണ്ട് വെട്ടിപ്പാണ് നടന്നത്. അല്ല, ഈ നമ്മുടെ നാട്ടിലെ ഈ പോയ സാക്കളെല്ലാവരും തന്നെ ഇവിടെ ഷർട്ട് നമ്മൾ കണ്ടിട്ടില്ലേ? മിനിമം ഒരു 4,000-5,000 രൂപ വിലയുള്ള ഷർട്ട് ട്രൈ ചെയ്ത് വണ്ടി പോലാക്കി ഇങ്ങനെ വെച്ച് അതുപോലത്തെ മുണ്ട് അതേ കളറുള്ള കരയുള്ള മുണ്ടൊക്കെ കൊടുത്തവരിങ്ങനെ പറഞ്ഞു കണ്ടിട്ടില്ലേ? ഇപ്പോഴും കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ ഏതാണ്, അതൊക്കെ തന്നെയാണ് കാര്യം. ഓരോന്നും ഇതിപ്പം ഇവിടെ ഉണ്ടായിരുന്ന ബോർഡുകളാകട്ടെ, കോർപ്പറേഷനാകട്ടെ, ഏജൻസികളാകട്ടെ, സർക്കാർ പൊതുമേഖല സ്ഥാപനങ്ങൾ, സകലയിടത്തും വമ്പൻ കൊള്ളയാണ് നടന്നിരിക്കുന്നത്. ചെറിയ കൊള്ളയൊന്നുമല്ല, വമ്പൻ കൊള്ളയാണ് നടന്നിരിക്കുന്നത്. ഇതൊന്നും പിടിക്കപ്പെടാതെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിലൊക്കെ രസം എന്താണെന്നറിയോ? ഇതിനകത്തിരുന്നവന്മാരെ എല്ലാം ഈ UDF സർക്കാർ വീണ്ടും നിയമിക്കാൻ നിൽക്കുന്നു, അവരെ തുടരാനുവദിക്കുന്നു. എന്തിനേറെ പറയാം, നമ്മൾ പലപ്പോഴും പറഞ്ഞാണ് KU രതീഷ് ഇപ്പോഴും മുഖ്യമന്ത്രി അധ്യക്ഷനായ 2 സമിതികളിൽ പ്രധാനപ്പെട്ട പദവി വഹിക്കുകയാണ്. അത് പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഇത് ആരോഗ്യ വകുപ്പിൽ ഈ പ്രശ്നമില്ല. ആരോഗ്യ വകുപ്പിൽ ഇത് ശ്രദ്ധയിൽപ്പെട്ട അപ്പം തന്നെ നടപടിയാണ്. K. മുരളീധരൻ അന്നേരം നടപടിയാണ്. ഇപ്പം തന്നെ ഔഷധിയിൽ പരാതി കിട്ടി, അപ്പോൾ തന്നെ പരാതിയിൽ നടപടിയാണ്. MD മാറ്റി വേറൊരാൾക്ക് ചുമതല കൊടുത്ത് അന്വേഷിക്കാൻ ഉത്തരവിട്ടു. അതാണ് സംഭവിക്കുന്നത്. അപ്പം ഇതാണ് ഇപ്പം ഈ ചുമ്മാ 2.5 കൊല്ലം ഡൽഹി പോയിരുന്നതിന് KV തോമസ് എന്ന് പറയുന്ന വന്ധ്യവയോധികന് ചിലവായത് 1,16,00,000 സംതിങ് രൂപയാണ്. ഇങ്ങനെയാണ് നമ്മുടെ മലയാളികളുടെ, അല്ലെ നമ്മുടെ കേരളത്തിൻ്റെ ഖജനാവ് കൊള്ളയടിച്ചിട്ടുണ്ട് ഉള്ളത്. ഖജനാവിലൂടെ എങ്ങനെ ഈ ഖജനാവ് ഊറ്റി എന്ന് തന്നെ പറയാം.